അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പുതിയൊരനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പൂവാട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഞങ്ങളിവിടെ അബൂബക്കർ ഹാജിയെ കാണാൻ വന്നതാണ്. അവർ CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ഷെയ്ഖുനയുമായി ബന്ധപ്പെടാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അവരിന്ന് മടവൂർ കാഫിലയിൽ ഷെയ്ഖുനയുമായിട്ടുള്ള ആ ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ്. എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാ. നിങ്ങൾ CM വലിയുള്ളാഹിയെ, ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം CM വലിയുള്ളാഹിയെ ആദ്യമായിട്ട് ഷെയ്ഖുനയുമായി ബന്ധപ്പെടുന്നത് എവിടെ വെച്ചായിരുന്നു? എങ്ങനെയായിരുന്നു എൻ്റെ സാഹചര്യം? പൂവാട്ടുപറമ്പിൽ. പൂവാട്ടുപറമ്പിൽ. അപ്പോൾ അന്ന് പൂവാട്ടുപറമ്പിലാണ് വീട്. നിങ്ങളുടെ വീടോ? എൻ്റെ വീട്. ഇപ്പോൾ ഇവിടേക്ക് തറവാട് വിട്ടു പോകുന്ന. അപ്പോൾ മദ്രസ അവിടെ തന്നെയാണ്. പൂവാട്ടുപറമ്പ് ഈ വീടല്ല. അപ്പോൾ ഉമ്മയും മാപ്പയും പിന്നെ ഏട്ടന്മാരും അഞ്ചന്മാരും പേര് കൂടുന്നിടത്ത് ഞാൻ ഒറ്റ വീടായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ പറമ്പെടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അന്ന് അവർ പൂവാട്ടുപറമ്പിൽ നിന്ന് പെട്ടെന്ന് ബസ് ഇറങ്ങിയിട്ട് തെക്കോട്ട് പോകും. അപ്പോൾ അന്ന് ജനങ്ങൾ മുഴുവൻ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് പറയാറുള്ളത് മുസ്ലിയാരെ പറ്റി. അതൊരു ചെറിയ മൈലിയാരാണ്. ആ മൈലിയാർ കുട്ടികൾ പിന്നെ ഒരുപാട് മക്കളിലൊക്കെ ഏറ്റവും കഷ്ടപ്പെട്ട ആളാണ് കുഞ്ഞിക്കോയൻ്റെ ഉപ്പയും. അപ്പോൾ കുഞ്ഞിക്കോയൻ്റെ വീട്ടിലേക്കാണ് പോണത്, ആ മലൻ്റെ മുകളിൽ. അപ്പോൾ അവരവിടേക്ക് അങ്ങനെ പോകുമ്പോൾ ജനങ്ങൾ നമ്മളെ പൂവാട്ടുപറമ്പിലുള്ള നമ്മളെ കുടുംബക്കാരും മറ്റുള്ള മുസ്ലിങ്ങൾ എല്ലാവരും വലിയാട് ഉച്ചായി അങ്ങോട്ട് പോകണിതാ എന്ന് പറയും. ആ വീട്ടിലെ കുഞ്ഞിക്കോൻ്റെ ഉപ്പൊക്കെ റൂട്ടുമലായി വരും. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറയും. അവരെ ഞാൻ അന്ന് വീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും ഞാനത് വീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. അവർ തെറ്റിദ്ധാരണ പറഞ്ഞ പോലെ യഥാബുകളൊക്കെ പറ്റി ഞാനിങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇവിടെ കുത്തുവയ്ത്തൊക്കെ നടത്തുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഈ 62-63 കാലം കഴിഞ്ഞപ്പോൾ 67 കാലങ്ങളായപ്പോൾ 62-ലൊക്കെ അത് ബഹുമാനപ്പെട്ടവർ കാണുന്നത്. പിന്നെ ഞാനത് വയനാട്ടിലേക്ക് പോയി, കച്ചവടത്തിന് പോയി 67 പോയിട്ട് 70-ലാണ് തിരിച്ചു വരുന്നത്. അല്ല, വയനാട്ടിൽ പോയി കച്ചവടം ചെയ്തിട്ട് 3 കൊല്ലം കച്ചവടത്തിൻ്റെ ഇവിടെ ആയിട്ടുള്ള ബന്ധമല്ല പൂവാട്ടുപറമ്പ് പോയിട്ട്. അപ്പോൾ ആ കച്ചവട സ്ഥലത്ത് നിന്ന് ഇവിടെ വീണ്ടും ഇപ്പം നടന്നുകൊണ്ട് നിൽക്കണം കച്ചവട പീടികയിലേക്ക് വരുന്നത് 70-ലാണ്. അപ്പോൾ 70-ൽ ഞാൻ വന്നപ്പോൾ ഇവിടെ വന്ന് പാട് കച്ചവടത്തിന് ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നല്ല രാഷ്ട്രീയക്കാരെല്ലാവരുമായിട്ട് അടുത്ത് എൻ്റെ അടുത്തേക്ക് അടുത്ത് വരും. കാരണം പൈസയും കാര്യമൊക്കെ ഉണ്ട് കച്ചവടത്തിന്. അപ്പം പീടികയിലൊക്കെ നല്ല സാധനമൊക്കെ ഉള്ളതിനൊക്കെ ഉണ്ട്. പിന്നെ ഈ രാഷ്ട്രീയക്കാരൊക്കെ എൻ്റെ അടുത്ത് ഇടപെട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ അവരെ കൊടുത്ത് കോൺഗ്രസ്സുകാരനായി. ആ ഖദറിൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് കോലത്തിലേ അങ്ങനെ ഖദറിൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് തലയിൽ തലക്കെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. വാപ്പനെ കാണുമ്പോൾ വാപ്പ ഒരു തൊപ്പിയിട്ടിട്ട് പഴയ ഒരു മനുഷ്യനാണ്. വാപ്പനെ കാണുമ്പോൾ ഒരു ടവലിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 74 കാലങ്ങളിലത് ഈ അവിടുന്ന് പോയി തിരിച്ച് വന്ന് ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങി. ഈ 74-ലൊക്കെ നല്ല രാഷ്ട്രീയ പ്രവർത്തനം, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തലക്ക് പിടിച്ച സമയത്താണ്. രാഷ്ട്രീയ കോമാളിയാണ്. നാടക കഥയിത്ത് മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ ആ മലയാളം എഴുതാൻ ഒരു മുസ്ലിം സുഹൃത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അയാൾ ഞാൻ ഈ പറഞ്ഞു കൊടുക്കും ഒരു കഥയൊക്കെ എഴുതാൻ. KT മുഹമ്മദ്, എൻ്റെ പേര് KT അബൂബക്കറാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ രാഷ്ട്രീയക്കാരനും കൂടിയാണ്. ആളുകളുടെ മുന്നിൽ ശ്രദ്ധ പറ്റണം, അതാണ്. അങ്ങനെ റേഡിയോത്തിലൊക്കെ ഞാൻ പലതും കൊടുക്കും. ഈ മുസ്ലിം ഗാനം അല്ലാതെ ദേശീയ ഗാനം വെച്ചൂടെ എന്നൊക്കെ അങ്ങനെ എന്നിട്ട് ഇത് തിരിച്ചിട്ട് ഒരു പൂവാട്ടുപറമ്പ് അബൂബക്കർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതായത് പല കോമാളിത്തരം കാണിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഈ ആ അവസരത്തിൽ ബഹുമാനപ്പെട്ടവരിനെ കാണുന്നത്. അതായത് നമ്മൾ വേറൊരു ജീവിത ശൈലിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ടാണ് മടവൂർ ഷെയ്ഖുനാനെ കാണുന്നത് വെച്ചാൽ അവർ എല്ലാവരും എൻ്റെ കടൻ്റെ മുമ്പിൽ വന്നിട്ട് എല്ലാവരും എന്നോട് പറയൂ, ഒരു മൊയ്ലിയാർ അങ്ങോട്ട് പോയിനി, ആ മൊയ്ലിയാർ കണ്ടു രാത്രിയിൽ ഒരു 7 മണി സമയത്ത്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം വരുന്നൊക്കെ വലിയ വലിയ പൈസക്കാരാണ്, ഞാൻ അറിയുന്ന വയനാട്ടിലുള്ള മലയാളിമാരാണ്. അവരൊക്കെ ചോദിക്കുന്നത് ഈ മൊയ്ലിയാർ കണ്ടീനി എന്നാ. അപ്പോൾ മൊയ്ലിയാരെ ഞാൻ ചെറുപ്പത്തിൽ കണ്ട മൊയ്ലിയാറാണല്ലോ. ആ മൊയ്ലിയാർ
6 കൊല്ലം മാറിയില്ലേ. അപ്പം ആ മൊയിലാർ ചോദിക്കണേൽ എനിക്ക് അന്നേത്തെ കാലത്ത് മൊയിലാരെ പറ്റിയും ഈ ജനങ്ങളെ പറ്റിയും തെറ്റിദ്ധാരണയാണ്. മൊയിലാരെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. അല്ല, മൊയിലാർ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് മൊയിലാറില്ല. കാരണം എൻ്റെ വാപ്പ നല്ല ദീനുമായിട്ടുള്ള ദ്വയ ചെയ്യുന്ന ആളാണ്. അപ്പം വാപ്പ ദ്വയർന്നാൽ ജാപത്ത് വിട്ടു. അതേ ഈ മൊയിലാർ പണക്കാർ മുഴുവൻ ഈ മൊയിലാരെ തെരഞ്ഞു പോകണ എന്താ വയനാട്ടിലൊക്കെ ഉള്ള പണക്കാരൊക്കെ ഞാൻ വയനാട്ടിലുള്ള പണക്കാരൊക്കെ നിങ്ങൾ അറിയും. കല്ലങ്കോട് കല്ലങ്കോട് അങ്ങനെയുള്ള വലിയ വലിയ മുതലാളിമാർ, കച്ചവടക്കാരായ മുതലാളിമാരെല്ലാം ഈ മൊയിലാരെ തെരഞ്ഞിട്ട് വരുന്നതായിരുന്നു. പടച്ചോനെ സി എം വലുതായിരുന്നു. അന്ന് മൊയിലാർ നമ്മൾ നാട്ടിൽ പുറത്ത് ചെറിയ മൊയിലിയന്മാരൊന്നും ഇല്ല. പിന്നെ ഈ നമ്മൾ ദർസും മദ്രസും ഒന്നും ഇല്ലാത്ത കാലമല്ലേ. അപ്പം ഈ മൊയിലാർ തെരഞ്ഞ എല്ലാവരും എന്നോട് ചോദിക്കും. ഇപ്പം ചോദിക്കുമ്പോൾ ഞാൻ ഏതായാലും അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കും. അറിയില്ല, ഇതിൽ പോയി നയിക്കൂ ആടെയാണെന്നൊക്കെ പറഞ്ഞ് വേറെ ആൾക്കാർ പറഞ്ഞു. അങ്ങനെ മൊയിലാരെ ആ കട പൂട്ടി പോകുമ്പോൾ രാത്രി 9, 10 മണി സമയത്ത് കട പൂട്ടി പോകണം എൻ്റെ വീട്ടിൽ കേക്കത്തൊടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഇപ്പോൾ ഉള്ള കച്ചവടം ചെയ്യുന്നിടത്ത് തന്നെ അന്നു കേക്കത്തൊടിയിൽ നിന്നുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഈ മൊയിലാർ കയറി ചെന്ന വീടിൻ്റെ മുമ്പ് കൂടിയാണ് ഞാൻ പോകേണ്ടിയ രാത്രി ഇടയിൽ കൂടിയ. അപ്പോൾ ഈ മൊയിലാരെ ചെന്നതിനെ കൊണ്ട് ആ വീട്ടിൽ തോനാളുണ്ട്. പക്ഷേ മടവൂർ ശൈഖുന ആ വീട്ടിൽ വന്നതുകൊണ്ട് ആ വീട്ടിൽ നിറയെ ആളുണ്ട്. ആ വീട്ടിൽ കൂടെയാണ് നിങ്ങൾ പീഡിയം പൂട്ടി പോകേണ്ടത്. ഞാൻ പീഡിയം പൂട്ടി ഇപ്പം ഉള്ള താക്കോൽ തന്നെയാണ്. ആ താക്കോലും പിടിച്ച് പോകുമ്പോൾ ഈ മൊയിലാരെ കാരണം ഇത്തിരി ആള് അവിടെ വന്നില്ലേ. അപ്പം ഈ ആൾക്കാർ വന്നത് എന്താ, എന്നാൽ ഞാനും ഒന്ന് കയറിപ്പോയി നോക്കട്ടെ എന്ന് ചിന്തിച്ച് എന്താണ് ഇത്രയും വലിയ ഒരു അത്ഭുതം. അതുകൊണ്ട് നമ്മൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കാരണം ആദ്യം നമ്മൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെയാണല്ലോ കണ്ടത്. അപ്പോൾ അവിടെ കയറി ചെന്നോ മൊയിലാർ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത്തിരി ആൾക്കാരുടെ നിന്നെയാണ് നോക്കുന്നത് മൊയിലാർ. അങ്ങനെ മൊയിലാരെ ഞാനും കണ്ടപ്പോൾ എന്താ ശൈഖുനയുടെ ആ രൂപം അന്ന് വലിയ നിറമുള്ള തട്ടുമുണ്ടല്ല, വെള്ളമാണ്. ചവ്വല് തീറ്റാൽ തന്നെ തലകെട്ടുണ്ട് അന്ന്. തലകെട്ട് ഇപ്പം ഞാൻ കെട്ടിയോണം തൊപ്പിയും തലകെട്ടും ഒക്കെ ഉണ്ട്. താടിയില്ല അന്ന്, നല്ല ടോപ്പില്ല, നല്ല താടിയൊന്നും ഇല്ലാത്ത. അപ്പോൾ അവർ അന്ന് നല്ല സൗന്ദര്യം നല്ല ഉഷാറാണ്. അപ്പോൾ അവരെ ഞാൻ ഈ മൊയിലാരെ തെരഞ്ഞ് ഞാൻ മനസ്സിൽ ഉൾക്കൊള്ളാതെ മൊയിലാർ എന്നെ തെരഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന് നോക്കി നിൽക്കുക. ഞാൻ വേറെ ആരും മൊയിലാർ ശ്രദ്ധിക്കുന്നില്ല, ഇന്നെയാണ് നോക്കിയത്. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ മൊയിലാർ ഇപ്പം ഞാൻ നടത്തും പോലെ ഒരു 10-25 ആളെയും വെച്ചിട്ട് ഒരു മൗലൂദിൻ്റെ മജ്ലിസാ. അതിൽ ഒരു ആ വീട്ടുകാരൻ വയസ്സായ ആളാണ്. അവരൊക്കെ മുസ്ലിയാർ തലക്കാണിമ കയറിയിട്ടായിരിക്കണേ. അപ്പം ഇന്ന ഭാഷയിൽ ഹൃദയത്തിൽ മുസ്ലിയാർ ഇത്തിരി ചെറുപ്പക്കാരനായ മുസ്ലിയാർ വയസ്സന്മാരുടെ തൽക്കാണിമൽ കയറിയിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഹൃദയത്തിലുള്ളത്. അതായത് മടവൂർ ശൈഖുന ചെറുപ്പമാണ്, ആ സദസ്സിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നിലത്തിരിക്കുന്നു. പക്ഷെ ഇവരെന്താ തലങ്ങണയുടെ മേളിൽ ഇരിക്കുന്ന എന്താന്ന് നമ്മൾ ചിന്തിച്ച് അങ്ങനെ ആ വീട്ടിൽ ഈ പറഞ്ഞ മദ്രസ് എൻ്റെ കൂടെ പഠിച്ച കുഞ്ഞിക്കോയ കുറച്ച് അലുവയായിട്ട് വന്ന് തിന്നോന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് അലുവ ആ വീടിൻ്റെ അകത്തുനിന്ന് ആത്താണ് മുസ്ലിയാർ. എൻ്റെ കൂടുതൽ മദ്രസ പഠിച്ച ഇവരെ ശിഷ്യനായിട്ട് കുറെ കാലം നടന്നതാണ് ശൈവനാൻ്റെ. അപ്പോൾ അവര് ഈ അലുവയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് അലുവ തിന്നോന്ന് പറഞ്ഞപ്പോൾ ഞാൻ അലുവ വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞിട്ട് തിന്നോളാൻ പറഞ്ഞു. ഞാൻ തിന്നൂലെന്ന് ഞാൻ അലുവ ആത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അത് ശൈഖുനാൻ്റെ മുമ്പ് കൂടിയാണ് കൊണ്ടുപോകണേ ആത്തേക്ക്. അപ്പോൾ ശൈഖുന അത് ശ്രദ്ധിച്ച് കുഞ്ഞിക്കോനോട് പറഞ്ഞേ കൊടുക്കുക അവരെ ആ പുറത്തിരിക്കുന്ന ആളോട് അലുവ തിന്ന് പോയിക്കോളാൻ പറയുന്നു. 2 പ്രാവശ്യം കനത്ത വാക്ക് കൊണ്ട് കൊടുക്കുക അവർക്ക്. അവരോട് അലുവ തിന്ന് പോയിക്കോളാൻ പറയും. കൊണ്ട് കൊടുക്കുമെന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ഈ ആത്തേക്ക് പോയ അലുവ തിരിച്ച് ഈ അലുവയായിട്ട് കുഞ്ഞിക്കോയ വന്നപ്പോൾ 2 കഷ്ണം അലുവ 2-3 കഷ്ണം അലുവയും തിന്ന് ഞാൻ പോയി. അപ്പോൾ മുസ്ലിയാരോടൊന്നും ഞാൻ ചോദിച്ചില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. നേരത്തെ കണ്ടിട്ടുണ്ട്, കണ്ടിട്ട് ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി ചെന്നതാണ്. ഒന്നും മിണ്ടിയില്ല. കാരണം ഈ അലുവ തിന്ന് പൊയ്ക്കോളാനാണല്ലോ പറഞ്ഞത്, ഇങ്ങോട്ട് കയറിയിരിക്കുന്നു പറഞ്ഞില്ല. ഇപ്പം ഞാൻ പോരെ പോയി
രാവിലെ എണീറ്റ് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഉമ്മനോട് ഉപദേശം പറഞ്ഞ് ഞാൻ ഈ മുസ്ലിയാർ വന്നപ്പോൾ എല്ലാവരും കണ്ട് ഞാനും അവിടെ പോയിനി. അപ്പോൾ മുസ്ലിയാർ നിർബന്ധിച്ചുകൊണ്ട് അലുവ തീറ്റിച്ച് കുഞ്ഞിക്കോയനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ അലുവ മുസ്ലിയാർ 2 കഷ്ണം അലുവ തിന്ന് അവരോട് പോയി അത് ആത്തുനിന്ന് പറഞ്ഞ് പിന്നെ അലുവ തിന്ന് പോയിക്കോളാൻ പറഞ്ഞ് അവരോട് നിന്ന് കുഞ്ഞിക്കോയനോട് പറഞ്ഞു ഞാൻ 2 കഷ്ണം അലുവയും തിന്ന് ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉടനെ തന്നെ മോനെ എനിക്കതൊന്ന് ചോദിച്ചൂടെ ഇനി അയാളോട് എന്തോ ഒന്ന് ചോദിച്ചൂടെ ഇനിയോ പല നന്മകളും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് കേട്ട് നിൽക്കുന്നത് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ മൊല്ലാമാരുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് വന്ന മുസ്ലിയാരാണ് ഇത് കേൾക്കുന്നത്. എൻ്റെ തൊട്ട അയൽവാസി അബൂക്കർ മുസ്ലിയാർ മരിച്ചു. അപ്പോൾ അവരിത് ഈ ഉമ്മ എനിക്ക് ഉപദേശം തരുന്നത് അവർ തൊട്ടടുത്ത വീട്ടുകാരാണ് കൊണ്ട് ഇതുപോലെ കേട്ട് അവർ ആ മുസ്ലിയാരോട് തന്നെയാണ് അലുവ ചോദിക്കുന്നത്. അയാൾ മോശമാണ്, ഒരൊറ്റ ഒത്ത് നിസ്കരിക്കൂല. ഈ മൊയ്ലിയാരിനോട് പറയാം. ഉമ്മൻ്റെ ആങ്ങളയും കൂടിയാണ്, എൻ്റെ അമ്മോനുമാണ്. ഒട്ടും നിസ്കരിക്കൂല മൂത്രമൊഴിച്ചാലടക്കം അനുവദിക്കുകയില്ല. അത് പറഞ്ഞപ്പോൾ ഞാനതിൽ ശ്രദ്ധിച്ചില്ല, എൻ്റെ ഹൃദയത്തിൽ കയറിയില്ല. ഈ മൊയ്ലിയാരാണ് പറയുന്നത്, മൊയ്ലിയാരാ പറഞ്ഞത്. ഇന്നത്തെ കാലത്തും കൊണ്ടല്ലോ കുറെ മൊയ്ലിയാക്കന്മാര് അംഗീകരിക്കാത്തത്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. ആ വാക്കുകൊണ്ട് ഞാനത് പറഞ്ഞ് ഞാൻ വീണ്ടും പീടിക തുറക്കാൻ വേണ്ടിയിട്ട് പോരുന്നത് ഈ ഇടൻ്റെ വക്കത്തൂടിയ ഈ വീട്ടിൻ്റെ മുറ്റത്തൂടിയാണ്, വീടിൻ്റെ അടുത്ത് ഇടയിൽ കൂടിയാണ്. അപ്പോൾ അന്നേരം നേരം വെളുത്ത് എന്നാൽ രാത്രിയാണ് ഞാൻ അമ്മ അലുവ തന്നീനി മുസ്ലിയാർ പറഞ്ഞിട്ട് ഞാൻ മുസ്ലിയാർ കുഞ്ഞിക്കോയൻ്റെ അടുത്ത് അലുവ കൊടുത്തയച്ച ഞാൻ തിന്ന് ഞാൻ എന്നോട് പോയിക്കോളാൻ പറഞ്ഞിനി ഞാൻ പോരുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അമ്മ മോനെ എന്തോന്ന് ചോദിച്ചൂടേന്ന് ചോദിച്ചു. പിന്നെ എതിരായിട്ട് മുസ്ലിയാർ ഇത് പറയും ചെയ്തു, മറ്റേ എൻ്റെ അമ്മ പറയുകയും ചെയ്തു. ഞാൻ പിറ്റേന്ന് രാവിലെ ചെല്ലണതും ഈ വീടിൻ്റെ മുറ്റത്തൂടി ഈ അടുത്തൂടി. അപ്പോൾ ആള് തൊടിയ നിറച്ചു ആളാണ്. പകലായപ്പോൾ ആളുകൾ ഒന്നും കൂടെ കൂടി. നേരം വെളുത്ത് ഒരു 8-8:30 മണിയായപ്പോൾ ഇരട്ടിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ വീട്ടിലേക്കൊന്നും പാർത്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ കയറാതെ ഞാൻ പോന്ന്. പിന്നെ ഞാൻ കോഴിക്കോട് പോയി സാധനമൊക്കെ എടുത്ത് വരുമ്പോൾ ഇതിൻ്റെ നേരെ മേലെ റോഡ് ഇപ്പം നിങ്ങളും കൂടെ തിരിഞ്ഞ് മറിഞ്ഞു പോകുന്നില്ലേ, ആ റോഡിൻ്റെ വടക്കോട്ടുള്ള ഭാഗത്ത് ഞാൻ പെരുവയിൽ അന്ന് ഇങ്ങോട്ട് ബസ്സില്ല, പെരുവയിൽ ബസ് ഇറങ്ങി തലയിൽ കെട്ടും കാര്യമൊക്കെ വെച്ചിട്ട് കതറിന് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് ഞാനൊരു മുസ്ലിമാന്ന് തോന്നൂല, എന്നൊരു ആളും കണ്ടാലും സലാം ചൊല്ലൂല. ആ സമയത്ത് അങ്ങനെ കാരണം ഞാൻ അത്രത്തോളം രാഷ്ട്രീയത്തിൻ്റെ പവർ കൊണ്ട് മുസ്ലിങ്ങളോട് ഒരു വെറുപ്പ് പോലെയുള്ള ഒരു സാഹചര്യമാണ് എനിക്ക്. നിസ്കാരം ഉണ്ട്, വാപ്പനെ പേടിച്ച് നിസ്കരിക്കും അന്ന് കുറച്ച് കാലം. അങ്ങനെ അല്ലാതെ പിന്നെയാണ് നിസ്കാരമൊക്കെ തുടങ്ങി ജീവിത. ആ ജീവിതത്തിൽ അവർ എനിക്ക് സലാം ചൊല്ലി, അന്നൊരു മുസ്ലിം എനിക്ക് സലാം ചെല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് 24 കാലങ്ങളിലാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ഈ മുസ്ലിയാർ ആദ്യം അവിടെ നിന്ന് അലുവ കഴിപ്പിച്ച് പിന്നെ എനിക്ക് മുസ്ലിയാർ അന്നൊരു മുസ്ലിം സലാം ചെല്ലാത്ത സമയത്താണ് മുസ്ലിയാർ എനിക്ക് സലാം ചെല്ലുന്നത്. അന്ന് എൻ്റെ കൈ പിടിച്ച് സലാം ചൊല്ലി മുസ്ലിയാർ തെക്കോട്ട് ഞാൻ വടക്കോട്ട് വീണ്ടും ഒന്നും മിണ്ടിയില്ല, സലാം ചൊല്ലിയാൽ മാത്രമേ ഉള്ളൂ, ഒന്നും ചോദിച്ചിട്ടുമില്ല. അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ആ കാലഘട്ടം കഴിഞ്ഞു പോയത്. രാജ